അതുകൊണ്ട് ഇപ്പൊ കറവൊക്കെ കിട്ടുന്നുണ്ടോ? പാലൊക്കെ ഉണ്ട്. ആ എന്താ അമ്മാവ രാവിലെ? ആരമ്മാവൻ? ഞാൻ നിന്റെ അമ്മാവനാണ്. ഏത് വകയിലാണ് ഞാൻ നിന്റെ അമ്മാവൻ? അമ്മാവന് ഇത് രാവിലെ എന്താ പറ്റിയത്? ഞാൻ നീ വെറുതെ എന്റെ വായിലിരിക്കുന്നത് കേൾക്കും രാവിലെ തന്നെ. എന്റെ പശുവിന്റെ കറവ് പറ്റി വിചാരിച്ചിട്ടാണ് നീ എന്നെ പറ്റിക്കണത്. എനിക്ക് ഇനിയും പറ, പശു ഉണ്ടാ? ഞാൻ അമ്മാവനെ എന്ത് പറ്റിച്ചെന്നാണ് ഈ പറയണ? അമ്മാവന്റെ ഈ കൊഴുപ്പില്ലാത്ത പാലിന് പൈസ എഴുതി തന്നതാ. നിന്റെ അളവും കൊഴുപ്പൊക്കെ നോക്കലൊക്കെ എനിക്കറിയാം. അത് ഇന്ന് വരെ ഒട്ടും കുറച്ചിട്ടൊന്നുമില്ലല്ലോ. എടാ, ഞാൻ ക്ഷീരകർഷകനാണെന്നുള്ളത് കുഞ്ഞു കുട്ടിക്കും അറിയാം ഈ നാട്ടിലെ. എവിടെ കട തുറക്കട്ടെ, നിങ്ങട് മാറ. നീ ഇപ്പൊ അങ്ങനെ തുറക്കണ്ട. ആദ്യം എന്റെ പെൻഷൻ കാണിക്കും. എന്റെ പെൻഷൻ തന്നതിന് ശേഷം നീ നടന്നാ മതി. അതിന് പെൻഷൻ എന്നോടാണാ ചോദിക്കണത്? പിന്നെ ആരാണാ ചോദിക്കണത്? ഞാൻ അപേക്ഷ മേടിച്ചു വെച്ചത് നീയല്ലേ? എന്റെ ചേട്ടൻ തന്ന അപേക്ഷ പോലും ഞാൻ ബ്ലോക്ക് ഓഫീസിൽ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷകരുടെ പോലും പെൻഷൻ കൊടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അല്ലേ പുതിയ അപേക്ഷ? താനിങ്ങട് മാറിയത്. എടോ, ഞാൻ എന്റെ ഈ കാലിൽ ആണി വെച്ചിട്ട് ബ്ലോക്ക് ഓഫീസിലേക്ക് പോണോ? അതിന് നീ വേറെ ആരെങ്കിലും വിട്ടോ? എനിക്ക് പറ്റില്ല. എനിക്ക് എന്റെ പെൻഷൻ ഇപ്പൊ തരണം. അതെ, അമ്മാവാന്ന് വിളിച്ച വാക്കുകൊണ്ട് എന്നെ കൂടെ വേറെ വിളിപ്പിക്കാൻ നിങ്ങൾ മാറും. എന്ത് കളിക്കണോ നീ? ഞാൻ മേടിക്കണം. എന്റെ പാല് കച്ചവടം ഞാൻ നിർത്തി തരാം കേട്ടോ. കാരണം മഞ്ഞത്തും വെയിലത്തും ഓടക്ക പശുവിനെ കറന്നിട്ടുള്ള പാലും അംശവീതം തന്നിട്ട് എനിക്ക് പെൻഷൻ തരില്ലാന്നോ? എടാ, പെൻഷൻ വാങ്ങാൻ എനിക്കറിയാം. എന്റെ പെൻഷൻ വാങ്ങാൻ എനിക്കറിയാന്ന്. പോട്ടമ്മാവൻ ഇങ്ങോട്ട് വാ. അമ്മാവൻ നിന്റെ മമ്മൂട്ടി ഉർവശിയായിട്ട് ഇങ്ങനെ സംസാരിച്ച് നിൽക്കുക. ബാക്കിൽ നിന്നൊരു സൗണ്ട് കേട്ട് മമ്മൂട്ടി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോ ബാലേട്ടാ ബാക്കിൽ ആരാ? മോഹൻലാൽ കത്തിയായിട്ട് ഇങ്ങനെ നിൽക്കണം. മൊത്തം ഇങ്ങനെ ജനങ്ങളൊക്കെ ഇങ്ങനെ തരിച്ചിരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ കരുതുക ഇപ്പാ കുത്തുന്നു. എന്നിട്ട് കുത്തിയാ? അവിടെ അല്ലേ നമ്മുടെ സംവിധായകന്റെ കഴിവ്. ആ സ്പോട്ടില് സ്റ്റയർ കേസ് ഇറങ്ങിയിട്ട് നമ്മുടെ ഒട്ടുകിൽ ഉണ്ണീഷനാട് വന്നു. എന്നിട്ട് പറയാ, എടി കൊച്ചേ, കല്യാണം കഴിയാത്തൊരു പെണ്ണല്ലേ നീ? ഇങ്ങനെ ആളുകളുടെ മുന്നിൽ വന്ന് വായി നോക്കി നിൽക്കുക. അനാവശ്യം പറയരുത്. ഞാൻ ആരുടെയും വായി നോക്കാൻ വന്നൊന്നുമല്ല. ഇവിടെ ഓഫീസിൽ വന്നതാ. അയ്യോ കുട്ടിയെ, ഞാൻ കുട്ടിയെ പറഞ്ഞതല്ല. ഞങ്ങളൊരു സിനിമയുടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ സ്റ്റാഫ് ആരും ഇല്ലേ? ഉണ്ടല്ലോ, ഞാനാ. എന്തേ? എന്നിട്ടാ ഇവിടെ ഇരുന്ന് കഥ പറയണേ? ഞങ്ങളെ ക്ഷീരവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരാ. ഈ ക്ഷീരകർഷകര് പശുവിനെ ചിലപ്പോ തൊഴുത്ത് കെട്ടും, ചിലപ്പോ പറമ്പ് കെട്ടും. അതുപോലെയാണ് ഞങ്ങളും. ചിലപ്പോ അകത്തിരിക്കും, ചിലപ്പോ പുറത്തിരിക്കും. അല്ലേ ബാലേട്ടാ? എന്നിട്ട് മമ്മൂട്ടി മമ്മൂട്ടി ഉർവശിയായിട്ട് സംസാരിക്കണോട് ഇഷ്ടം. ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ. ചോദിക്കേ സാറേ, എന്റെ കല്യാണമാണ്. അയ്യോ, എനിക്ക് കുട്ടീനെ മനസ്സിലായില്ല കേട്ടോ. കല്യാണം ക്ഷണിക്കാൻ വന്നതാ. കുട്ടി 6035 ശങ്കരേട്ടന്റെ മകളല്ലേ? അല്ല. എന്നാ പിന്നെ 4034 ചന്ദ്രേട്ടന്റെ മകൾ. അതേ വയസ്സ് കെട്ടുണ്ട്. ചന്ദ്രേട്ടൻ പറഞ്ഞിരുന്നു മകളുടെ കല്യാണം. സാറേ, ഞാൻ മണ്ടോദരി കൊച്ചുവേലു ആശാന്റെ മോളാ. ധനസഹായത്തിന് വേണ്ടി വന്നതാ. അയ്യോ, അതൊക്കെ ഇവിടെ വന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം കുട്ടിയെ? വല്ല 10-100 രൂപ കിട്ടും. അതുകൊണ്ട് എന്താവാനാ? ഇതൊക്കെ വല്ല സംഘടനയിലോ ക്ലബിലൊക്കെ ചെന്ന് പറഞ്ഞ ഒരു വിവാഹം നടത്താനുള്ള കാശ് കിട്ടില്ലേ? സാറേ, വെറുതെ അനാവശ്യം പറയരുത്. എന്റെ അച്ഛൻ ഒരു ക്ഷീരകർഷകനാ. ക്ഷീരകർഷകന്റെ മകൾക്ക് വിവാഹ ധനസഹായത്തിനുള്ള അപേക്ഷ ഇവിടെ കൊടുത്തിരുന്നു. അതെന്തായെന്ന് അറിയാൻ വേണ്ടി വന്നതാ. അതിന് കുട്ടി ഇവിടെ സ്റ്റാഫ് ഒന്നുമില്ല. അവരൊക്കെ എവിടെ പോയി? എന്റെ പൊന്നു കൊച്ച, അതൊന്നും എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഞാനൊരു താൽക്കാലിക ജീവനക്കാരനാ. മന്ത്രിസഭ മാറി എന്റെ ജോലി പോകും, അല്ലെങ്കിൽ PSC പുതിയ നിയമനം വന്നാലും എന്റെ ജോലി പോകും. അപ്പൊ എന്റെ ധനസഹായം? അതൊന്നും ഒരു താൽക്കാലിക ജീവനക്കാരനായി എനിക്ക് അറിയേണ്ട കാര്യമില്ല. കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കുട്ടി നോഡൽ ഓഫീസിൽ ചെന്ന് ചോദിക്കേ. മോഡൽ? മോഡലല്ല, നോഡൽ. നോഡൽ എന്നുവെച്ചെന്താ? അതൊന്നും എനിക്കറിയത്തില്ല. താൽക്കാലിക ജീവനക്കാരൻ എന്തിനാ ഇതൊക്കെ അറിയുന്നത്? സാറേ, എന്റെ അച്ഛൻ കൊടുത്ത അപേക്ഷ ഈ ഓഫീസിൽ നിന്ന് പോയിട്ടുണ്ടോ എന്ന് നോക്കാലോ? അത് പോയിട്ടില്ല. അത് ഞാൻ ഉറപ്പ് തരാം. എല്ലാം ചാക്ക് കെട്ടി ഭദ്രമായി അവിടെ വെച്ചിട്ടുണ്ട്. ഈ ക്ഷീരകർഷക ക്ഷേമ നിധിയിൽ നിന്ന് കാശ് കിട്ടിയിട്ട് കല്യാണം നടക്കുന്നൊന്നും തോന്നുന്നില്ല. ഇത് കുറച്ച് കഷ്ടമാണ് സാറേ. അതേനെ, കഷ്ട.
അല്ല നമ്മളെവിടെ പറഞ്ഞു നിർത്തി മമ്മൂട്ടിയപ്പോ മമ്മൂട്ടി അല്ലല്ല ഒടുവിൽ കിട്ടൻ ഇറങ്ങി കോണിന്ന് ഇറങ്ങി വന്നെ. ആരോടാ ഈ പറയണ? അതൊക്കെ കഴിഞ്ഞ് ഉർവശിയോട് പറഞ്ഞു. ഹലോ, എന്തിനാ അളിയ? അളിയ, ഞാനിവിടെ ക്ഷീരോദസൻ ഓഫീസിൽ വരെ വന്നാണ് അച്ഛന്റെ പെൻഷൻ മേടിക്കാൻ വേണ്ടിട്ട്. ഓ ഇത്തുപൂരം കിട്ടും. ആ ഞാൻ അത് മേടിച്ചോണ്ട് ഇപ്പൊ അങ്ങ് വരാം അളിയ. അളിയൻ പോവല്ലേ അളിയ? ഞാൻ വന്നിട്ടേ പോവേ അളിയ. ആ ശരി. എന്റെ ബാലേട്ട മോഹൻലാൽ കത്തിയായിട്ട് കുത്താൻ, മമ്മൂട്ടിയാണെങ്കിൽ ഒരു പൊടിക്ക് വിട്ടു കൊടുക്കുന്ന ക്യാരക്ടറാണ്. അതിന്റെ ഇടയിൽ നിന്നിട്ട് ആ ഒടുവിലുണ്ണീഷന്റെ കുറച്ച് സീനുണ്ട്. ലാലേട്ടനെ സമാധാനിപ്പിക്കണോ അതോ മമ്മൂക്കാന് ആ സീന് ഒരു മിനിറ്റ്, ആ സീൻ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് കണ്ടപ്പോ കുത്തു. കാരണം ആ ഒരു കേസിനാണ് ലാല് ജയിലിൽ പോയത്. സാറേ, ഇന്ന് ഓഫീസ് അവധിയാണോ സാറേ? അല്ല അല്ല, ആരെയും കാണാനില്ല, അതുകൊണ്ട് ചോദിച്ചാണ്. എന്താ ഞങ്ങൾ കണ്ടിട്ട് മനുഷ്യരെ തോന്നിയില്ലേ എനിക്ക്? നിങ്ങളിവിടെ ഉണ്ട്, പക്ഷെ ഓഫീസിനകത്ത് ആരെയും കാണാനില്ല. തനിക്കിപ്പോ എന്താ വേണ്ടേ? എനിക്ക് ഓഫീസറെ കണ്ടൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്നാ പറയും. ഓഫീസറെ കണ്ടു വേണം സംസാരിക്കാൻ. ആ എന്നാ പിന്നെ ഓഫീസിൽ ആള് വരുമ്പോ പറഞ്ഞാൽ മതി. എന്നിട്ട് ഈ ലാലേട്ടൻ അയ്യോ വേട്ട ഒരു മിനിറ്റ് സാർ. ആ കൊടുത്തുകൂടാ സാർ? ഇല്ല, ഒരാഴ്ച പിടിച്ചു വെക്കാം സാർ. ആ അതെനിക്ക് പറയാൻ പറ്റില്ല സാർ, അത് എനിക്ക് ചെയ്യാൻ പറ്റില്ല. ആ ഇത് ഞാൻ റെഡിയാക്കാം സാർ. ആ സാർ, ഓക്കെ. എന്താണോ ഇത്? തൊഴുത്തിലേക്ക് പശു കയറി വരുന്ന പോലെയാണോ കയറി വരുന്നത്? സാറേ, സോറി സാറേ. സാറേ, ഞാൻ മരിച്ചുപോയ എന്റെ അച്ഛന്റെ പെൻഷൻ മേടിക്കാൻ വേണ്ടി വന്നാണ്. മരിച്ചുപോയ അച്ഛന്റെ പെൻഷൻ മേടിക്കാൻ തന്നെ പോലെ ഒരു 4 ആൾ വന്ന ഞാൻ മരിച്ചു പോയടോ. സോറി പറഞ്ഞില്ലേ സാർ? ആ എന്നാ ഞാനും പറഞ്ഞു സോറി, പെൻഷൻ ഇല്ല. സാറേ, എന്റെ അച്ഛന്റെ മരണ സർട്ടിഫിക്കറ്റും ഞങ്ങളുടെ പാൽ സൊസൈറ്റി സെക്രട്ടറിയുടെ സർട്ടിഫിക്കറ്റും വെച്ചിട്ട് ഞാനിവിടെ ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. കൊടുത്തിരുന്ന അപ്പൊ പെൻഷൻ കിട്ടാൻ വേണ്ടിട്ട് വന്ന. താൻ ആ ചാക്ക് കേട്ട് കണ്ട? ആ അതിനകത്തുണ്ട് തന്റെ അച്ഛന്റെ മരണ സർട്ടിഫിക്കറ്റും സെക്രട്ടറിയുടെ സർട്ടിഫിക്കറ്റും ഒക്കെ. അതെയോ? അത് പുറത്തെടുത്ത് പൊടി തട്ടി ശരിയാക്കി തരാനേ ഇവിടെ ജീവനക്കാരില്ല. എന്താ ഇവിടെ സ്റ്റാഫ് ഇല്ലാത്ത? എന്താ അവർ വരാത്ത? ഇതൊന്നും എന്നോട് ചോദിക്കരുത്. ഞാൻ താൽക്കാലിക ജീവനക്കാരനാണ്. ഇവിടുത്തെ യഥാർത്ഥ ജീവനക്കാരൻ വരുമ്പോ 150 രൂപ മേടിച്ചിട്ട് അങ്ങോട്ട് പൊക്കോ. 150 രൂപയെ? എന്റെ അച്ഛൻ 500 രൂപ കാശ് കിട്ടിക്കൊണ്ടിരുന്നതാണ് പെൻഷൻ. അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ അവകാശികൾക്ക് പകുതി പൈസ കിട്ടുമെന്നുണ്ടല്ലോ. ആര് പറഞ്ഞു? അത് പത്രത്തിലുണ്ടായിരുന്നു. എന്നാ പത്രക്കാരനെ കണ്ട് 100 രൂപ മേടിച്ചോ. അത് ശരി. നിങ്ങൾക്ക് തരാൻ പറ്റൂലെങ്കിൽ നിങ്ങളുടെ മേലുള്ള ഓഫീസറെ എന്ന് ഞാൻ വാങ്ങിക്കും. അതിനുള്ള ത്രാണി എനിക്കുണ്ട്. കേട്ടാ കേട്ടാ? എടുത്തു വെച്ചിട്ടുണ്ടോ? എല്ലാം ഒറ്റയടിന്നേ തല കറങ്ങിപ്പോയി. അപ്പൊ സുരേഷ് ഗോപി മമ്മൂട്ടി മോലാറ്റി കഥ പറയുമ്പോഴാണ് സുരേഷ് ഗോപി. ഈ ഓഫീസിൽ ആരും കാണാനില്ല, എവിടെ പോയി എല്ലാരും? ഞാൻ പെൻഷൻ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. എല്ലാരും ലീവാ. എന്താണ്? എല്ലാവരും 2 ആഴ്ചയായിട്ട് ലീവാണ്. പതുക്കെ പറഞ്ഞാൽ മതി, എനിക്ക് ചെവിയൊക്കെ കേൾക്കും. അവരൊക്കെ ലീവാ. അമ്മാവാ. അമ്മാവനാണ്. ആരമ്മാവൻ? നിന്റെ അമ്മാവനാണ് ഞാൻ. അല്ല അപ്പൊ കണ്ട ആൾക്കാരൊക്കെ വെറുതെ അമ്മാവെന്ന് വിളിക്കുക. ഈ വയസ്സിന് മൂത്തവരെ നമ്മൾ ബഹുമാനം. വയസ്സിന് മൂത്ത ആൾക്കാരെ മുഴുവൻ നീ അമ്മാവ വിളിക്കൂ. എന്റെ കാരണവരെ ഞാൻ അറിയാതെ വിളിച്ചു പോയതാണ്. അങ്ങനെ വിളിക്കണ്ട. പിന്നെ എന്താ വിളിക്കുക? എന്ത് പടങ്ങ് വിളിച്ചോ. എന്തിനോട് വന്ന് ഞാൻ പെൻഷൻ കാശ് വാങ്ങിക്കാൻ വേണ്ടിട്ട് വന്നതാണ്. അത് ഞാൻ വായിക്കും ചെയ്യും. ഇവിടെ ആരും ഇല്ല പറഞ്ഞില്ലേ? ഇല്ലാതെ ഒരു പ്രാവശ്യം പറഞ്ഞല്ലോ, എനിക്ക് മനസ്സിലായി. എന്താണ് വെറുതെ കൂത്താൻ വരികയാണല്ലേ? അത് വേണ്ട, എന്നോട് വേണ്ടട്ടാ. ഏത് ഭ്രാന്താശുപത്രി എന്നാണ് പറഞ്ഞത്? അപ്പൊ മാമുക്കോയ മാമുക്കോയല്ല മമ്മൂട്ടി. മറന്നു പോയണം. എങ്ങോടാ ഇത് ഇടിച്ചു കുത്തി പോണത്? കാലാണിയാണ്. ഇതാണി പറയ്ക്കണ സ്ഥലമല്ലെന്ന്. പുറകിൽ നിൽക്കുക. അത് നിങ്ങളത് പുറകിലോ നിൽക്ക്. പുറകിൽ തന്നെ നിൽക്കണം. ഏത് പുറകില്? ഇവിടെ അല്ല, പുറകില്. രാവിലെ പോലെ ഇവിടെ ഒന്ന് നിൽക്കാൻ. വീണ്ടാണ് നിൽക്ക് ഉണ്ണിയെ, വീണ്ടാണ് നിൽക്ക്. അച്ഛന്റെ പെൻഷൻ കാശ് മേടിക്കാൻ വേണ്ടി വന്നതാണ്. മരിച്ചുപോയി അങ്ങേര്. അത് മേടിക്കാൻ വേണ്ടി വന്ന് രാവിലെ ഇവിടെ നിൽക്കുമ്പോഴത്തെ നിങ്ങൾ ഇടിച്ചാൽ എവിടെ ഫ്രണ്ടിൽ കയറി പോണത്? കാലാണിയല്ല. പെൺകുട്ടി നീ ഞങ്ങളുടെ പുറകിൽ നിൽക്ക്. ഇത് വേറെ ക്യൂ ആ. സ്ത്രീകൾക്ക് എല്ലായിടത്തും വേറെ ക്യൂ ഉണ്ട്. പശുവിന് കുട്ടി കാല് വയ്യ കുട്ടിയെ പുറകിൽ നിൽക്കൂ. അതിലിപ്പോ എന്താ? ഞാൻ ഇവിടെ ഇല്ലേ നിക്കണേ? പ്രായമായവരെ ഒന്ന് മാനിച്ചു കൊച്ചേ. ഞാൻ ആ ക്യൂവിലല്ല, ഇത് സ്ത്രീകളുടെ ക്യൂ ആണ്.
തിരക്കുണ്ടാക്കി അമ്മാവൻ എങ്ങോട്ടാ ഈ പറഞ്ഞേ? ഞാൻ നിന്റെ അമ്മാവനാണ്. ഈ മര്യാദയ്ക്ക് സംസാരിക്കണം. നിനക്ക് അമ്മാവ് വിളിക്കണ വീട്ടിൽ വേറെ ആരെങ്കിലും മുടങ്ങ് പോയി വിളിച്ചോണ്ട് എന്നെ അമ്മാവ് വിളിക്കണ്ട. അങ്ങോട്ട് പുറയിലേക്ക് മാറിയില്ല അങ്ങോട്ട്. തൂക്കില്ലാത്ത ആളാണ്. കാർന്നൂരാണ് ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കുന്നത്. രാവിലെ വന്നിട്ട് വെറുതെ ഇടയിൽ കയറാൻ വരാ. എനിക്ക് ഒരു സുഖമില്ലാത്ത ആളോട് ഞങ്ങൾക്ക് ആർക്കും സുഖമില്ല. സുഖമില്ലാത്തതിന്റെ കാശ് മേടിക്കാൻ തന്നെ നിൽക്കുന്നത്. നിർത്തിക്കേ, എന്താ വേണത്? അതെ, ഞങ്ങൾ രാവിലെ മുതൽ ഇവിടെ ക്യൂ നിൽക്കുകയാണ്. ഇങ്ങനെ ഇങ്ങനെ അകത്ത് കയറി അതുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വെളിയിൽ ഞാനിവിടെ ക്യൂ നിൽക്കണം. നിക്കാം, പക്ഷെ നിങ്ങൾ പറയുന്ന പരാതി കേൾക്കാൻ ആര് വരും? അത് ഇവിടുത്തെ സാറ് വരുമ്പോ ആ സാറിനോട് ഞങ്ങൾ പറഞ്ഞോളാം. ആ സാറാ ഈ ഞാൻ. എന്ത് കഷ്ടമാണ് ഇതെന്താ കന്നാലിച്ചെന്തയാ? കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉദ്യോഗസ്ഥരില്ലാത്തതുകൊണ്ട് സമാധാനമായിട്ട് കിടക്കായിരുന്നു. ബഹളം കേട്ടപ്പോ ഞാൻ കരുതി അവരൊക്കെ വന്നിട്ടുണ്ടാവും. നിങ്ങളുടെയൊക്കെ അണ്ണാക്ക് അങ്ങ് പഞ്ചായത്ത് കേൾക്കാലോ. സാറേ, ഞാൻ രാവിലെ 6 മണിക്ക് വന്നാ ഞാൻ ആദ്യം വന്നത്. ഞാനൊരു കാര്യം പറയാം. സാമ്പത്തിക ആവശ്യത്തിന് വന്നവർ മാത്രം ഇവിടെ നിന്നാൽ മതി, ബാക്കിയുള്ളവർക്ക് പോവാം. സാമ്പത്തികത്തിന് വന്നതാണ്. അതെ, പെൻഷന്റെ ആവശ്യത്തിന് വന്നവർ കൈ ഉയർത്തിക്കാൻ. പെൻഷന്റെ ഇങ്ങ് കയറി വരും. ഇങ്ങ് മാറി നിൽക്കുക. വന്നപ്പോ തന്നെ അവിടെ വന്ന് അടഞ്ഞങ്ങോട്ട് നിൽക്കുകയാണ്. കന്നാലികൾ ഇതിലും ഭേദമാണല്ലോ. ഒന്നും സമ്മതിക്കില്ല സാറേ. അവിടെ അതിന്റെ കൂടെ അടഞ്ഞു നിൽക്കുകയാണ്. ആദ്യം കയറി വന്നത് എന്നെ പിടിക്കണ സാറേ, എന്റെ കയ്യോ പിടിക്ക്. എന്താ കാണിക്കണേ? നീ ഇയാളെ പെൻഷനാക്കാൻ ഇയാളെ മോൻ വരേണ്ടി വരുമല്ലോ. രാവിലെ ഇവിടെ വന്നിട്ട് രാവിലെ കാലിലാണിയും പറഞ്ഞു അവരോട് ചോദിച്ചു നോക്ക്. താനൊരു ചെറുപ്പക്കാരനല്ലേ? അയാളെ പ്രായോഗത്തിൽ മാറിക്കണം. അയാളുടെ കയ്യിൽ ശരിയല്ല. രണ്ട് കാലിൽ ആടിയുള്ള ഒരു മനുഷ്യനാണ് സാറേ, കാലിലാണിയൊന്നുമില്ല. എവിടെ വന്ന് മാറുന്നേ? നിങ്ങൾ രണ്ടുപേർത്ത് ഞാൻ ഇരിക്കാൻ പറഞ്ഞില്ലല്ലോ. ഇരിക്കാൻ പറഞ്ഞില്ല. ആരും ഇരിക്കണ്ട. ആരും ഇരിക്കണ്ട. മര്യാദ വേണ്ടേ? പ്രായത്തിനെങ്കിലും ഒന്ന് മാറിക്കണ്ടേ? എന്താണ് സാറേ ഇത്? രാവിലെ വന്നിരിക്കുകയാണ് സാറേ. മതി. അപ്പൊ പെൻഷൻ നിങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു പ്രാവശ്യമേ പറയൂ, ഇങ്ങോട്ടൊന്നും ചോദിക്കരുത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സംസ്ഥാന ക്ഷീര കർഷക ക്ഷേമനിധി ഓഫീസുണ്ട്, അവിടെ പോയി അന്വേഷിക്കണം. നിങ്ങൾ കൊടുത്ത അപേക്ഷകളൊന്നും ഇവിടെ വന്നിട്ടില്ല. അഥവാ അതിവിടെ വന്നാൽ തന്നെ അതിനെ കുത്തിപ്പൊക്കിക്കൊണ്ടുവരാനുള്ള ഉദ്യോഗസ്ഥരാരും ഇവിടെ വരുന്നില്ല. ഇനി കഷ്ടകാലത്തിന് എങ്ങാനും നിങ്ങളുടെ അപേക്ഷ ഇവിടെ വന്നാൽ ഇവിടെ തരാനായിട്ടുള്ള ഫണ്ടും ഇല്ല. അപ്പൊ ഇനി നിങ്ങൾ മാറിയുന്നോ? ഇനി ധനസഹായത്തിന് വന്നൊരു സാറേ, ഞാൻ വിവാഹ ധനസഹായത്തിനുള്ള അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. സാറേ, ഞാൻ പശു കുത്തിയതിന്റെ ഒരു അപേക്ഷയ്ക്ക് ഒന്ന് അടങ്ങി നിൽക്കി, ഒരാൾ പറയല്ലേ. സാറേ, ഒന്ന് നോക്കിയിട്ട് പറയണം സാർ. അപ്പൊ കുട്ടി ഇവിടെ നിന്നുള്ള നിങ്ങളിപ്പോ ഇയാൾ വന്നപ്പോ മുതൽ പാലുണ്ടാക്കാണ് സാറേ. സാറ് പറയുന്നത് നിങ്ങൾ കേൾക്കുക ആദ്യം. ഒന്ന് അടങ്ങിയിരുന്നേ. അതെ, ഇവിടുന്ന് സാമ്പത്തികം കിട്ടിയിട്ട് കുട്ടിയുടെ കല്യാണം നടത്താനിരിക്കുകയാണെങ്കിൽ ഈ ജീവിതത്തിൽ കുട്ടിക്ക് ഒരു കല്യാണം ഉണ്ടാവില്ല. കാരണം ഇവിടെ ഫണ്ടില്ല കുട്ടി. ഇതെന്താ കന്നാലിച്ചെന്താണ് സാർ? കുറെ നേരം സാർ തോർത്തിട്ട് ഇങ്ങനെ മുഖത്തന്നെ വീണോണ്ടിരിക്കുന്നു. കുറെ നേരം മര്യാദ നിന്നോണം. എവിടുന്ന് വരണ കാടന്മാരാണ് നിങ്ങള്? എല്ലാത്തിനും ഞാൻ പിടിച്ച് പുറത്താക്കും. എന്താ പ്രശ്നം പറയും? അത് പിന്നെ ഈ പശു കുത്തിയിട്ട് കാല് ഓട്ടയായിട്ട് അത് പഴുത്ത് ചീഞ്ഞ് നാറിയിട്ട് കെട്ടി വെച്ചേക്കാ സാറേ. ഞാനിവിടെ പശു കുത്തിയാലും എരുമ കുത്തിയാലും ധനസഹായം കിട്ടും. ഓപ്പറേഷൻ ചെയ്താൽ കിട്ടില്ല. ഓപ്പറേഷൻ ചെയ്തിട്ടില്ല, വെറുതെ തുന്നി കുത്തി കെട്ടി വെച്ചിട്ടുള്ളൂ. ആര്? അത് ഡോക്ടർ. അപ്പൊ തന്നെയല്ലേ ഈ ഓപ്പറേഷൻ? അപേക്ഷ കൊടുത്തിരുന്നോ? പിന്നെ അത് പശു കുത്തുന്നതിന് 2 ദിവസം മുമ്പേ കൊടുത്തിട്ടുണ്ട്. അതെ, നിങ്ങൾ ഈ കൊടുത്ത അപേക്ഷ ഉണ്ടല്ലോ, ഏതാണ്ട് ഓഫീസിലൊക്കെ കറങ്ങി തിരിഞ്ഞ് ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. വന്നാലും ധനസഹായം കിട്ടണമെങ്കിൽ ഫണ്ട് ഇല്ല ഇവിടെ. ഫണ്ട് വന്നാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഫണ്ടും ഇല്ല, ആളും ഇല്ല, പശുവില്ല, പുല്ലുമില്ല, പിന്നെ എന്തിനാ ഈ തൊടുത്ത്? ക്ഷീരോത്പാദന രംഗത്ത് ഇന്ത്യ 1ാം സ്ഥാനത്ത് എത്തുമ്പോ കേരളത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ടത് എന്റെ അമ്മാവോ? അമ്മാവൻ ഹലോ. അതെ അതെ അതെ, ഡെപ്യൂട്ടി ഡയറക്ടർ തന്നെയാണ്. ചോദിച്ചോ. കിട്ടൂല. എടോ, ക്ഷീര കർഷകർക്ക് അത് അവരുടെ പെൺകുട്ടികളുടെ വിവാഹ സമയത്ത് അവർക്ക് ഇങ്ങനെ ധനസഹായം കിട്ടും. ആൺകുട്ടികളുടെ കല്യാണത്തിന് അങ്ങനെ കിട്ടൂല. അത് കിട്ടൂല. അല്ല, അത് കിട്ടണ വെച്ചാൽ അത് അവര് പെൺവീട്ടുകാരെ വെച്ചോട്ടെ, അല്ലാണ്ട് എങ്ങനെ കിട്ടാ? കിട്ടൂല. ഇല്ല കേട്ടോ.
ആ പെൺകുട്ടികൾക്ക് മാത്രമുള്ള ആ സഹായം പെൺകുട്ടികൾക്ക് മാത്രമുള്ള. ശരി 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 ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇതെന്ത് തെപിടുക്കങ്ങൾ ഈ പട്ടിണി കിടക്കണ പയ്യനും മൈക്കോലിട്ടോടത്ത മാതിരി ഓടി ഇങ്ങോട്ട് കയറുന്നു. ഓഫീസല്ലേ? ഞാനേ ഒരു ക്ഷീരകർഷകനാണേ, ഒരുപാട് ദൂരത്തുനിന്ന് വരികയാണ്. അന്നാ അങ്ങോട്ട് ദൂരത്തേക്ക് പോയിക്ക് വിളിക്ക, നിങ്ങളെ വിളിക്ക, അവിടെ പോയിക്ക്. ഇതൊരു ഓഫീസാണ്, ഓടി ഇങ്ങോട്ട് കയറുക ചെയ്യാത്. കാലിലേ ആണിയുണ്ട്. ആണിയൊന്നും ഇവിടെ ആവശ്യമില്ല. എന്താ ഒരു ഔചിത്യ ബോധമില്ലാണ്ട് ആൾക്കാർ ഓടി ഇങ്ങോട്ട് കയറുക ഓഫീസിലേക്ക്. ഒരു അനുവാദം ചോദിക്കണ പരിപാടിയും കൂടി ഇല്ല. ഒരു മര്യാദ ഇല്ലാത്ത പരിപാടികൾ. താഴെ ഇങ്ങോട്ട് വാ. അല്ല നിങ്ങളല്ല ദാദാ, പിന്നെ നിങ്ങളാ കൊടം കുത്തി പിടിച്ച് അങ്ങ് മാറി അങ്ങോട്ട് മാറി അങ്ങോട്ട് മാറി. ആ ചെറുപ്പക്കാരനാ പറഞ്ഞു ഞാൻ. നിങ്ങളാ ചെറുപ്പക്കാരൻ, നിങ്ങൾ അങ്ങോട്ട് മാറിക്ക്. നിങ്ങളെ കൊണ്ട് സഹായിക്കൂല. അത് വെറുതെ ആ കാലും കെട്ടും പുള്ളി. നിങ്ങൾ എന്താ ഈ വരാൻ എനിക്ക് ബുദ്ധിമുട്ട്? മന്ത്രി എങ്ങാൻ വിളിച്ചു പറഞ്ഞു കാണും, നമ്മളെ ആരും വിളിച്ചില്ലല്ലോ. ആ കള്ള എന്നിട്ട് നമ്മളോട് പറഞ്ഞില്ലല്ലോ അത്. അതെ, പുള്ളിക്ക് മാത്രമായിട്ട് പൈസ കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാനിവിടെ പ്രശ്നം ഉണ്ടാവും. ഈ ബോർഡ് എടുക്കുക, ഈ ബോർഡ് എടുത്തിട്ട് ഇത് അപ്പുറത്ത് അവിടെ കൊണ്ടുപോയി വെക്ക്. ആ പുറത്ത് കൊണ്ടുപോയി വെക്ക്. ആ ഇതെടുത്തോ. എന്തേ ഇത് എടുക്കത് അത് കണ്ണുള്ളതൊന്നല്ല. ഇതെടുത്താ പുറത്ത് കൊണ്ടുപോയി വെക്ക്. അതെടുത്താ പുറത്ത് കൊണ്ടുപോയി വെക്കണോ? ആ കാര്യങ്ങളൊക്കെ എല്ലാവരും മനസ്സിലാക്കണം. അങ്ങോട്ട് കൊണ്ടുപോയി വെക്ക് കേട്ടോ. നോക്കി കൊണ്ടുപോകാതെ. നിസാര ബോർഡും കൂടി കൊണ്ടുപോകാൻ പറ്റാത്ത ആൾക്കാരാണ് വന്നിട്ടുള്ളത്. ഇങ്ങോട്ട് മാറി കാലിലാണി. ബോർഡൊക്കെ കണ്ടിട്ടേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ട് വന്നാ മതി. എന്ത് ഇതിലെന്ത് കാര്യമാണ്? ഇതെന്താന്ന് വായിച്ച് മനസ്സിലാക്കിട്ട്. എന്താ വായിക്കൊന്നുമില്ലല്ലോ. എന്താ മലയാളം വായിക്കാറിയാത്ത ആൾക്കാരെ വായിക്കാൻ നോക്കാറ്. ഇതെന്താണോ ഇത്? ബോർഡ് തിരിച്ചാ വെച്ചിരിക്കണത്. ഇതിപ്പുറത്തേക്ക് തിരിച്ചു വെക്ക്. അതൊക്കെ വായിച്ച് മനസ്സിലാക്കി. എന്താണിത്? എന്താ എഴുതിക്കുന്നത്? വായിക്കി കുട്ടിയൊന്ന് ഉറക്കം വായിക്കി. ബോർഡിംഗ് മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമേ എല്ലാവിധ പെൻഷനും ധനസഹായവും വിതരണം ചെയ്യുകയുള്ളൂ. ഡെപ്യൂട്ടി ഡയറക്ടർ കോയ. ഓ, ഇല്ലാത്ത വണ്ടിക്കൂലി മുടക്കി ബസ്സിൽ കയറി വന്നതൊക്കെ ഇപ്പൊ വെറുതെ. ഇതല്ലേ ബോർഡ്? ഈ ബോർഡ് അല്ല, അവരുടെ കമ്മിറ്റി കഴിഞ്ഞാലേ ഇനി കാശ് തരുള്ളൂന്ന്. അതുകൂടെ കൊണ്ടുവന്ന് വെക്കോ? ഞാനുണ്ടല്ലോ, ഞാൻ പശുവിനെ കറന്നിട്ടും ചാണകം വാരിയിട്ടുള്ള കയ്യാണ്. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ കൂടെ പോരും, നമുക്ക് ഇപ്പൊ ശരിയാക്കാം. എന്താ ഞങ്ങൾക്ക് അത് തരണം, ആ പെൻഷന്റെ പൈസ തരണം. അത് തരണം. ഞാനും ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ബോർഡൊക്കെ എല്ലാവരും വായിച്ച് മനസ്സിലാക്കില്ലേ? ബോർഡൊക്കെ ഞങ്ങൾ വായിച്ചു. പക്ഷേ കമ്മിറ്റി എന്താന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പുറത്തേക്ക് പോകുള്ളൂ. ഞങ്ങൾ മാസാമാസം അംശവീതം തരുന്ന 20 ഉറുപ്പ്യ എടുത്തിട്ട് നിങ്ങൾ കമ്മിറ്റി കൂടിയിട്ട് അത് വീതം വെച്ചെടുക്കണ്ട. അങ്ങനെ പറഞ്ഞു കൊടുക്കണം അമ്മോ. കായ് വേണ്ട, ഈ കമ്മിറ്റി എന്താന്നുള്ള അറിഞ്ഞാ മതി ഇല്ലേ? എന്താ പറയുന്നത് സാറേ നിങ്ങള്? അങ്ങനെ പറയില്ല സാറേ, കാശ് വേണം. എന്റെ കല്യാണ ചെലവിനുള്ള പൈസയാ. എന്റെ അച്ഛന്റെ കാശാണ്, അത് കിട്ടണത്. സാറേ ഇത് നോക്കി, പശു ഊത്തിയിട്ട് കാല് ഓട്ടയാക്കി പഴുത്ത് വെച്ചേക്കാം. നോക്കേ, അങ്ങനെ ഇറക്കി വെക്ക്. പശു കുത്തിയത് ആട് കുത്തിയതും. നിങ്ങൾക്ക് ഈ പശു കുത്തിയതിനുള്ള കായും തരും, മരിച്ചതിനുള്ള കായും തരും, കല്യാണത്തിനുള്ള കായും ഒക്കെ തന്നെ സഹായമൊക്കെ എല്ലാവർക്കും തരും. തരും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ എപ്പ തരും അത് പറയണം. ഇപ്പൊ തരണം. ഞങ്ങളെല്ലാരും KSRTന്ന് പെൻഷൻ പറ്റി പോയിട്ടുള്ള ആൾക്കാരല്ല. നിങ്ങൾ 5 മാസങ്ങൾ കൂടുമ്പോ 1 മാസത്തെ പെൻഷനും കൊടുത്തിട്ടാണ് വിടാന്. ഇപ്പോ പശുവിന് എന്താണ് ചെലവ് നിങ്ങൾക്ക് അറിയോ? പശുവിന് ഇപ്പൊ ഒരു ചീരാപ്പ് വന്നു. ചീരാപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകും. ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടർ അങ്ങോട്ട് വലിച്ചു എഴുതും. 12 സെന്റിമീറ്റർ 13 സെന്റിമീറ്റർ ഉണ്ടാവും ഓരോ ഗുളിക. ഈ ഗുളികയ്ക്ക് വില എത്രയും സാറിന് അറിയോ? ഡോക്ടറുടെ പോക്കറ്റിൽ ഞാൻ എത്ര ഉറുപ്പ്യ വെച്ച് കൊടുക്കണം നിങ്ങൾക്ക് അറിയോ? ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല. എന്നിട്ട് ഞാൻ വർഷത്തില് 100-500 ലിറ്റർ പാല് കറക്കുന്നുണ്ട്. 500 ലിറ്റർ പാല് കറന്നിട്ട് സൊസൈറ്റി കൊടുക്കണ ഒരു ക്ഷീരകർഷകന് ഈ പെൻഷൻ കിട്ടാൻ അർഹതയുണ്ട്. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്, അതിനൊന്നും ഞാൻ എതിർക്കണില്ല. അതൊക്കെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾക്കൊരു വർഷത്തിന് ഒരു തൊഴുത്തുനിന്ന് ഒരു പശുവിനെ കയറ്റി കറന്നുണ്ടെങ്കിൽ 100-500 ലിറ്റർ പാല് കിട്ടണില്ലേ? അതേമാതിരി ഈ സർക്കാരിന് ഏതെങ്കിലും തൊഴുത്തിൽ കയറ്റി അങ്ങനെ ഞെക്കി പിഴിഞ്ഞാലും കഴിയിട്ടില്ല. അതെന്താ കിട്ടാത്ത? അതിനുള്ള ഫണ്ട് ഇല്ല. ഹലോ
അത് ശരി, പട്ടി കടിച്ചോ? അല്ല തന്നെ അതോ പശുവിനെ? ആ കടിച്ചിട്ടില്ല. അത് ശരി. ആ അതൊക്കെ ഉണ്ട്. അതിപ്പോ പട്ടി കടിച്ചാലും പാമ്പ് കടിച്ചാലും ഒക്കെ 2000 ഉറുപ്യ തന്നെ സഹായം ഉണ്ട്. അപ്പൊ കടി കൊണ്ടിട്ട് പോയോട്ടാ. ഓരോ സംശയങ്ങൾ. അപ്പൊ ഫണ്ട് എപ്പോ വരും സാറേ? ഫണ്ട് വന്നാലും കമ്മിറ്റി കൂടണോ? ഈ സർക്കാർ തരുന്ന പാലില് എത്ര വെള്ളം ചേർക്കണം, എത്ര കുറയ്ക്കണം, അത് എവിടെ വെച്ച് കൂട്ടണം, എവിടെ വെച്ച് കുറക്കണം, അത് ആദ്യം കൊടുത്തതിനേക്കാൾ കൂടുതൽ കൂട്ടണോ അതിനേക്കാൾ കുറയ്ക്കണോ, ഇതൊക്കെ തീരുമാനിക്കണ്ടേ? സാറേ അതിനൊക്കെ കമ്മിറ്റി എന്തിനാ? ഓരോരുത്തർക്കും കൊടുക്കണ കാശ് ഒരു ബുക്കിൽ എഴുതി വെച്ചാ പോരെ? അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറയണ്ട അമ്മാവാ. എന്റെ ക്ഷീര കർഷക സഹോദരി സഹോദരന്മാരെ, ഈ ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വല്ല പിടുത്തണ്ട നിങ്ങൾക്ക്? 24/8/2005 കേരള ഗവൺമെന്റിന്റെ ഓർഡിനൻസിൽ തുടങ്ങി 13/4/2007 ആരംഭം തുടങ്ങിയ ഒരു സ്ഥാപനമാണിത്. ഇതിന്റെ തീരുമാനങ്ങൾക്ക് ഒക്കെ എടുക്കാനായിട്ട് ഞങ്ങൾ 10-12 പേര് ഇതിന്റെ തലപ്പത്തുണ്ട്. അല്ലാണ്ട് ഒറ്റക്ക് തീരുമാനം എടുക്കാൻ പറ്റൂല, എല്ലാരും കൂടി തീരുമാനിക്കണം. അല്ലാണ്ട് എന്റെ ഭാര്യ വീട്ടിലെ പശുവിനെ വിറ്റിട്ട് ഞാൻ ബിരിയാണി അടിച്ച് തീർത്ത മാതിരി തീർക്കാൻ പറ്റുമോ? 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 ആ പറ്റൂല. എന്റെ പൊന്ന് സാറേ, എന്നാ പിന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ കമ്മിറ്റി വിളിക്ക്. കമ്മിറ്റി വിളിച്ചാലും കാശ് കിട്ടിയാലും ഇത് വിതരണം ചെയ്യാൻ ആൾക്കാർ വേണ്ടേ? ഇത് ഞങ്ങൾ 10-12 ആൾക്കാർക്ക് ഈ കേരളം മുഴുവൻ നടന്ന് കായ് കൊണ്ട് ഓർക്കാൻ പറ്റുമോ? സാറ് നമുക്ക് വിതരണം ചെയ്യാൻ വേണ്ടിട്ട് ബംഗാളികളെ വിളിച്ചാല? പണ്ടില്ലടോ. പണ്ടില്ല, ഇപ്പോഴുണ്ടല്ലോ. എന്തൊരമ്മാവാ അമ്മാവൻ? ഫണ്ടില്ല, കമ്മിറ്റി കൂടിയില്ല, ജീവനക്കാരില്ല. എന്താ നിങ്ങൾ പറയണത്? ഞങ്ങൾ ഇനി മുതൽ സൊസൈറ്റിയിൽ പാല് കൊടുക്കുന്നില്ല, ഞങ്ങൾ വല്ല ചായക്കടയിലും കൊണ്ടു കൊടുക്കും. അംശവീതം കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, ഇഷ്ടം പോലെ ഞങ്ങൾക്ക് വെള്ളവും ചേർക്കാം. ഹലോ, ആ കമ്മിറ്റിയോ? അതെ, കമ്മിറ്റി കൂടിയോ? അത് ശരി. ഈ ശനിയാഴ്ച 11 മണിക്ക് അല്ലേ? കുഴപ്പമില്ല ഇൻഷാല്ലാ, ഞാൻ 9 മണിക്ക് തന്നെ എത്താം. അങ്ങനെ ആവട്ടെ. അപ്പൊ കമ്മിറ്റി കൂടിയല്ലേ സാറേ? ഇത് നിങ്ങളുടെ കാര്യം ചർച്ച ചെയ്യാനുള്ള കമ്മിറ്റി അല്ല, ഇത് ഞങ്ങളുടെ സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി. അതായത് ഞങ്ങളുടെ പെൻഷൻ പ്രായം 60 ആക്കാനും അത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ഒരു കമ്മിറ്റി. അപ്പൊ പെൻഷൻ ഒന്നും കിട്ടൂല. വാ അമ്മാവാ. മാനം മുട്ടും പണമുണ്ടേലും മായം വിൽക്കും തടയണ്ടാരും. നല്ലേലും ബില്ലേലും കല്ലേലും മറിമായം ചുണ്ടേലും ചിന്തേലും ചന്തേലും മായം. ഇക്കാരണ കളിയെല്ലാം പൊക്കാരും മറിമാ